Dear students, capital budgeting ടെക്നിക്സിൽ ടൂൾസിൽ നമ്മൾ അടുത്ത ടെക്നിക്ക് പഠിക്കാൻ പോവുകയാണ്. ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്. അപ്പോൾ ഈ റേഷ്യോ പറയുന്നത് അല്ലെങ്കിൽ ഈ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് പ്രൊജക്റ്റ് കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സെയിം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സെയിം ക്യാഷ് ഔട്ട് ഫ്ലോ ആണെങ്കിൽ നമുക്ക് NPV മെത്തേഡ് അപ്ലൈ ചെയ്യാം. ബട്ട് ഇവിടെ രണ്ട് പ്രൊജക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലെവലാണെന്ന് വെക്കുക. അപ്പോൾ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൊജക്റ്റ് എ, പ്രൊജക്റ്റ് ബി, രണ്ട് പ്രൊജക്റ്റ് ഉണ്ടെന്ന് വെക്കുക. ഇപ്പോൾ ഒരു പ്രൊജക്റ്റിൽ 5 lakh rupees ഇൻവെസ്റ്റ് ചെയ്യുന്നത്, വേറൊരു ബി പറഞ്ഞ പ്രൊജക്റ്റിൽ 7 lakh rupees ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന് വെക്കുക. അപ്പോൾ ഇവിടെ രണ്ട് പ്രൊജക്റ്റ് ഉണ്ട് വിത്ത് ഡിഫറെൻറ്റ് എമൗണ്ട്സ് വരുന്ന സമയത്ത് സെയിം ആണെങ്കിൽ, ഇപ്പോൾ പ്രൊജക്റ്റ് എ, പ്രൊജക്റ്റ് ബി സെയിം 5 lakh rupees ആണെങ്കിൽ നമുക്ക് ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യാം? NPV മെത്തേഡ് അപ്ലൈ ചെയ്യാം. ബട്ട് ഇഫ് ദ പ്രൊജക്റ്റ് ഹാവിങ്, ഇഫ് ദ ടു കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് ഇഫ് ദ പ്രൊജക്റ്റ് ഹാവിങ് എന്താണ് ഡിഫറെൻറ്റ് എമൗണ്ട് റേറ്റ്സ് വരികയാണെങ്കിൽ, ഡിഫറെൻറ്റ് എമൗണ്ട് ആണെങ്കിൽ, ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ ആണെങ്കിൽ NPV മെത്തേഡിൽ കമ്പാരിസൺ ചെയ്യുന്നത് ഇറ്റ് ഈസ് നോട്ട് സൂട്ടബിൾ. അതിൽ കമ്പാരിസൺ ചെയ്യുന്നത് നന്നല്ല. ആ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട മെത്തേഡാണ് ഏത്? ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. നോക്കൂ, ബുക്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? Two projects having different investment outlay cannot be compared by net present value method. ഇപ്പോൾ രണ്ട് പ്രൊജക്റ്റ് ഡിഫറെൻറ്റ് ക്യാഷ് ഔട്ട്ലേ ആണെങ്കിൽ അത് NPV മെത്തേഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. വൈ? ബിക്കോസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഇൻ അബ്സൊല്യൂട്ട് ടേംസ്. അബ്സൊല്യൂട്ട് ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എമൗണ്ട്സിലാണ് കാണിക്കുന്നത്. അപ്പോൾ എമൗണ്ടിൽ കാണിക്കുന്ന സമയത്ത് ഏത് പ്രൊജക്റ്റിനാണ് ഏറ്റവും കൂടുതൽ NPV കിട്ടുന്നത് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് മെത്തേഡ്? ഈ മെത്തേഡ് ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്? ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിളിലേക്ക് പോകുകയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ നമ്പർ 10, അല്ലേ? ഇല്ല, നോക്കൂ, രണ്ട് പ്രൊജക്റ്റ് എക്സ്, പ്രൊജക്റ്റ് വൈ. ഒരു പ്രൊജക്റ്റിൽ 20,000, ഒരു പ്രൊജക്റ്റിൽ എത്രയാണ്? 30,000 നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ NPV ചെയ്തപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് എക്സിന് എത്ര വന്നു? 4,227. പ്രൊജക്റ്റ് വൈന് എത്ര വന്നത്? 4,728. അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഹയസ്റ്റ് NPV കിട്ടിയ ഏത് പ്രൊജക്റ്റാണ് സെലക്ട് ചെയ്തത്? നമ്മൾ ദാറ്റ് ഈസ് 4,728 കിട്ടിയ പ്രൊജക്റ്റ് വൈ ആണ് സെലക്ട് ചെയ്തത്. ബട്ട് ഇതിൽ ക്യാഷ് ഔട്ട് ഫ്ലോ പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 30,000 rupees ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. 30,000 കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡെഫിനറ്റ് ആയിട്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ റിട്ടേൺ കിട്ടില്ലേ? അപ്പോൾ NPV എത്ര കിട്ടിയിരിക്കുന്നത്? 4,725 കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പ്രൊജക്റ്റ് വൈന് എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ്, ഇപ്പം സെയിം ഔട്ട്ലേ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും ബെറ്റർ ഏത് വൺ അത് സെലക്ട് ചെയ്യാം. ബട്ട് ഇവിടെ ഡിഫറെൻറ്റ് ക്യാഷ് ഔട്ട് ഫ്ലോ വരുന്ന സമയത്ത് ഈ മെത്തേഡ് എന്താണ്? പ്രാക്ടിക്കലി എന്താണ്? നല്ലതല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഈ മെത്തേഡ് അനുസരിച്ച് നമ്മൾക്ക് എന്താണ്, എങ്ങനെയാണ് ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്? ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് പ്രൊജക്റ്റ് ഔട്ട്ലേ വരുന്ന സമയത്ത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട മെത്തേഡാണ് ഏത്? ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ഇൻഡെക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫോർമുല നോക്കുക. ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോയുടെ ഫോർമുല എന്താണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻ ഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ. അല്ലെങ്കിൽ ഇതിനാണ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോയുടെ നമുക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, എന്താണ്? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് എന്നും കൂടെയാണ് പറയുന്നത്. ഇനി ഇതിന് വേറൊരു ഫോർമുലയും കൂടിയുണ്ട് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാണാനുള്ളത്. NPV, നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത് ഫോർമുല പറയുന്നത്. ഇനി ഇതിൻ്റെ ഡിസിഷൻ റൂൾ പറയുന്നത് എന്താണ്? ഏത് പ്രൊജക്റ്റിലാണോ ഹയസ്റ്റ് എന്ത് വരുന്നത്? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് വരുന്നത്, ആ പ്രൊജക്റ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നോക്കാം, ഡിസിഷൻ റൂൾ എന്താണ്? അണ്ടർ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് ഡിസിഷൻ റൂൾ ഈസ് ആക്സെപ്റ്റ് ദ പ്രൊജക്റ്റ് ഇഫ് ഇറ്റ്സ് PI പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഇസ് മോർ ദാൻ 1 വരുന്ന സമയത്ത് ആ പ്രൊജക്റ്റ് എന്താ ചെയ്യുക? ആക്സെപ്റ്റ് ചെയ്യുക. ഇനി ആൻഡ് റിജക്ട് ദ പ്രൊജക്റ്റ് ഇഫ് P1 ഇസ് ലെസ് ദാൻ 1. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് കേസിലാണെങ്കിൽ മോർ ദാൻ 1 വരുമ്പോൾ ആ പ്രൊജക്റ്റ് എന്താ ചെയ്യുക? ആക്സെപ്റ്റ് ചെയ്യുക. ലെസ് ദാൻ 1 വരികയാണെങ്കിൽ ആ പ്രൊജക്റ്റ് എന്താ ചെയ്യുക? റിജക്റ്റ് ചെയ്യുക. അതേസമയം ഇൻ കേസ് ഓഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റ്, ദാറ്റ് ഈസ് രണ്ട് പ്രൊജക്റ്റ് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് ഏത് പ്രൊജക്റ്റിനാണോ ഹയർ
പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് വരുന്നത് ആ പ്രൊജക്റ്റിനെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഹയർ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈസ് ബെറ്റർ ഇൻ ദ പ്രൊജക്റ്റ്. അപ്പോൾ ഹയസ്റ്റ് പ്രോഫിറ്റബിലിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, ബെറ്റർ എന്ന് പറയുന്നത്. ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ പോസിറ്റീവ് വരുന്ന പ്രൊജക്റ്റ് ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുക, നെഗറ്റീവ് വരുന്ന പ്രൊജക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, റിജക്ട് ചെയ്യുക. ഇഫ് ദർ ആർ 2 പ്രൊജക്ട്സ് ആണെങ്കിൽ ഹയസ്റ്റ് PI വരുന്ന പ്രൊജക്റ്റ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമ്പിളിലേക്ക് പോവാം. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം ഈ ക്വസ്റ്റ്യൻ നമ്പർ 10ന്റെ കേസ് തന്നെ എടുക്കാം. 20,000 പ്രൊജക്ട് എക്സിന് പ്രൊജക്ട് വൈന് എത്രയായിരുന്നു, 30,000 കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ എന്താണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നോക്കാം. പ്രൊജക്ട് എക്സിൻ്റെയും പ്രൊജക്ട് വൈയുടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നോക്കിയിട്ട് നമ്മൾ NPV മെത്തേഡ് അനുസരിച്ച് പ്രൊജക്ട് വൈ ആണ് സെലക്ട് ചെയ്തത്. ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് വെച്ചിട്ട് ഏത് പ്രൊജക്റ്റ് ആണ് സെലക്ട് ചെയ്യുന്നത് നോക്കാം. സോ PI ഫോർ എന്താണ് എക്സിൻ്റെ PI നോക്കാം. എന്താണ് നമ്മുടെ ഫോർമുല പറഞ്ഞിരിക്കുന്നത്, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ പ്ലസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ട് എക്സിൻ്റെ എത്രയാണ്, 24,227 ഡിവൈഡഡ് ബൈ ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാണ്, 20,000. സോ 20,000. സോ 24,227 ഇവിടെ നോക്കോളൂ, 24,227 ഡിവൈഡഡ് ബൈ 20,000. സോ നമുക്ക് കിട്ടിയ എത്രയാണ്, 1.21. ഓക്കെ, സോ നമ്മൾക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എത്രയാണ്, 1.21. ദിസ് ഇസ് ഇൻ കേസ് ഓഫ് പ്രൊജക്ട് എക്സിൻ്റെ കേസാണ്. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ മോർ ദാൻ 1 കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ മോർ ദാൻ 1 ആണ്, 1.21 ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഇപ്പോൾ ഇഫ് ഇറ്റ് ഈസ് ഓൺലി 1 പ്രൊജക്റ്റ് ആണെങ്കിൽ മോർ ദാൻ 1 വരികയാണെങ്കിൽ ആ പ്രൊജക്റ്റ് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ബട്ട് ഇൻ കേസ് ഓഫ് 2 പ്രൊജക്റ്റ്, 2 പ്രൊജക്റ്റ് ഉണ്ട്, ഇവിടെ പ്രൊജക്ട് എക്സ് ഉണ്ട്, പ്രൊജക്ട് വൈ ഉണ്ട്. അപ്പോൾ എക്സിന് വന്നിട്ട് എത്രയാണ് കിട്ടിയിരിക്കുന്നത്, 1.21. അപ്പോൾ പ്രൊജക്ട് വൈന് എത്രയാണെന്ന് നോക്കാം. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഓഫ് പ്രൊജക്ട് വൈനെ നോക്കാം. എത്രയാണ്, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്, 34,728 divided by 30,000. ഇൻവെസ്റ്റ്മെന്റ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാണ്, 30,000. ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് നോക്കൂ, 34,728 ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കോളൂ, 34,728 divided by 30,000. So that നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 1.157. സോ ഇറ്റ് ഈസ് 1.16 നടക്കാം റൗണ്ട് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് NPV സെലക്ട് ചെയ്തപ്പോൾ നമ്മൾ ഏതാ സെലക്ട് ചെയ്തത്, പ്രൊജക്ട് വൈ ആണ്, ഹാവിങ് ഹയസ്റ്റ് NPV. ബട്ട് ഇവിടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നോക്കുന്ന സമയത്ത് 2 പ്രൊജക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിഫറെൻ്റ് ആണ്. എക്സിന് 20,000, വൈന് എത്രയാണ്, 30,000 ആണ്. അപ്പോൾ വൈ മോർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ നാച്ചുറലി ഹയസ്റ്റ് പ്രോഫിറ്റ് കിട്ടും. അമൗണ്ട്സ് നോക്കുമ്പോൾ ഹയസ്റ്റ് ആണ്. പക്ഷേ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നോക്കുമ്പോൾ നോക്കൂ, പ്രൊജക്ട് എക്സിന് 1.21, പ്രൊജക്ട് വൈന് 1.16 ആണ്. അപ്പോൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഏത് പ്രൊജക്റ്റ് ആണ് ബെറ്റർ, പ്രൊജക്ട് എക്സ് ഇസ് ബെറ്റർ. അപ്പോൾ നമ്മളിവിടെ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഹയസ്റ്റ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് വന്ന പ്രൊജക്ട് എക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് പ്രകാരം ദോസ് പ്രൊജക്ട് വിച്ച് ഇസ് ഹാവിങ് ദ ഹയസ്റ്റ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഷുഡ് ബി സെലക്റ്റഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ വരുന്ന സമയത്ത് ഏത് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ മെത്തേഡ് അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൻ്റെ ദാറ്റ് ഈസ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡിൻ്റെ എന്താണെന്ന് നോക്കേണ്ടത്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. സോ അഡ്വാൻറ്റേജസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് വെരി സയൻറ്റിഫിക് ആൻഡ് ലോജിക്കലാണ്. സയൻറ്റിഫിക്കലും അതുപോലെ ലോജിക്കലാണ്. അപ്പോൾ നമ്മളിവിടെ കമ്പാരിസൺ ചെയ്ത് ലോജിക്കലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസിഷൻ എടുക്കുന്നത്. ഇറ്റ് കൺസിഡർ ദ ഫെയർ റേറ്റ് ഓഫ് റിട്ടേൺ. റേറ്റ് ഓഫ് റിട്ടേൺ ഏതിൽ കാണിക്കുന്നുണ്ട്, ഈ മെത്തേഡിൽ കാണിക്കുന്നുണ്ട്. എമൗണ്ട് മാത്രമല്ല പെർസെൻറ്റേജും കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ കേസ് ഓഫ് ക്യാപിറ്റൽ റേഷനിങ്. ക്യാപിറ്റൽ റേഷനിങ്ങിന് നമുക്ക് എന്ത് യൂസ്ഫുൾ ആണ്, ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡാണ് യൂസ്ഫുൾ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ റേഷനിങ് എന്താണെന്ന് ഇനി കമ്മിങ് ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ടു കമ്പയർ ദ പ്രൊജക്ട് ഹാവിങ് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളിപ്പോൾ നോക്കി ഈ എക്സാമ്പിളിൽ
ഇപ്പോൾ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ വരുന്ന സമയത്ത് രണ്ട് പ്രൊജക്റ്റിനെ കമ്പാരിസൺ ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഏത് മെത്തേഡാണ്? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡാണ്. ഇറ്റ് റിഫ്ലെക്ട്സ് ദ ടൈം വാല്യൂ ഓഫ് മണി. നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലേ? മണിയുടെ പ്രസൻറ്റ് വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. സോ അത് കാരണം ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇറ്റ് കൺസിഡർ ഓൾ ദ ക്യാഷ് ഫ്ലോസ് ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദ പ്രൊജക്ട്. ആ ഒരു പ്രൊജക്ട് ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദ പ്രൊജക്ട് എല്ലാ ക്യാഷ് ഇൻഫ്ലോസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാ ക്യാഷ് ഇൻഫ്ലോസും ആണ് എന്ത് ചെയ്യുന്നത്? വിത്ത് ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പാരിസൺ ചെയ്യുന്ന നമ്മൾ രണ്ടും എടുക്കുന്നുണ്ട് അല്ലേ? അതേസമയം ചില മെത്തേഡിൽ ഉള്ള പേ ബാക്കിലൊക്കെ മെത്തേഡിൽ എത്രയാണ് പേ ബാക്ക് വരെ മാത്രം കൺസിഡർ ചെയ്യുന്നില്ല. എൻറ്റയർ ലൈഫ് ഓഫ് ദ പ്രൊജക്റ്റ് ക്യാഷ് ഫ്ലോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. ബട്ട് ഈ മെത്തേഡിൽ എൻറ്റയർ ലൈഫ് ഓഫ് ദ പ്രൊജക്റ്റ് ക്യാഷ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് എന്താണ്? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഇനി നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഡെഫിനറ്റ്ലി അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. അപ്പോൾ ഡിസഡ്വാൻറ്റേജസ് നോക്കൂ. ദിസ് മെത്തേഡ് ഇസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് കോൺസെപ്റ്റ്സ്. സോ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റ്സും അനുസരിച്ചുള്ള മെത്തേഡ് അല്ല ഏത് ഈ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫോളോ. ഈ മെത്തേഡ് കുറച്ചൊന്ന് ഫോളോ ചെയ്യാൻ എന്താണ്? ബുദ്ധിമുട്ടാണ്. അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കുറച്ചൊന്ന് ഡിഫിക്കൽട്ടാണെന്ന് പറയുന്നുണ്ട്. ഇനി കാരണം ഇതിൽ ഒരുപാട് കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നതുകൊണ്ട്. ഇനി ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എസ്റ്റിമേറ്റ് ദ എഫക്റ്റീവ് ലൈഫ് ഓഫ് എ പ്രൊജക്ട്. ഒരു പ്രൊജക്റ്റിന്റെ എഫക്റ്റീവ് ലൈഫ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺസിഡർ ചെയ്യാൻ ഈ പ്രൊജക്റ്റ് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ എന്താ നോക്കുന്നത്? ഫുൾ ക്യാഷ് ഇൻഫ്ലോ നോക്കുന്നുണ്ട്. പ്രൊജക്റ്റ് എൻറ്റയർ ലൈഫിലുള്ള ഫുൾ ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. അതേസമയം എഫക്റ്റീവ് ആയിട്ട് എത്ര വർഷമാണ് ഈ പ്രൊജക്റ്റ് എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. എഫക്റ്റീവ് ലൈഫ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. പേ ബാക്കിലാണ് നമ്മൾ എഫക്റ്റീവ് ലൈഫ് എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ എഫക്റ്റീവ് ലൈഫ് എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ കമ്പയറിങ് ദോസ് പ്രൊജക്ട് ഹാവിങ് അൺഈക്വൽ ലൈഫ്സ്. ഇതിലിപ്പോൾ രണ്ട് പ്രൊജക്റ്റിൽ 5 years നമുക്ക് കാണിച്ചതുകൊണ്ട് നമുക്ക് ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ലൈഫ്സിൽ ഡിഫറെൻ്റ് ആണ് വെക്കുക. ആ സമയത്ത് ഈ പ്രൊജക്റ്റ് എന്താവില്ല? യൂസ്ഫുൾ ആവില്ല. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം 10 നമ്മൾ ചെയ്ത് രണ്ട് പ്രൊജക്റ്റിന് ലൈഫ് പീരീഡ് എത്രയാണ്? 5 years ആണ്. ഇഫ് സപ്പോസ് ഒരു പ്രൊജക്റ്റിന് ലൈഫ് പീരീഡ് 5 years ഒരു പ്രൊജക്റ്റിന് ലൈഫ് പീരീഡ് 10 years ആണെങ്കിൽ ആ സമയത്ത് ഈ മെത്തേഡ് എന്താവില്ല? യൂസ്ഫുൾ ആവില്ല, എഫക്റ്റീവ് ആയിരിക്കില്ല. Then it is not useful when many small projects have to be aggregated or compared with the large projects. ഇപ്പോൾ ഈ പ്രൊജക്ട്സ് പറഞ്ഞാൽ കുറേ സ്മോൾ പ്രൊജക്ട്സ് പിന്നെ വന്നിട്ട് വലിയ ഒരു പ്രൊജക്റ്റുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ അടുത്ത് പ്രൊജക്റ്റ് എ, പ്രൊജക്റ്റ് ബി ഉണ്ട്. ഈ പ്രൊജക്റ്റ് ബിയിൽ വന്നിട്ട് ഒരുപാട് അതിൻ്റെ ഇന്നർ തന്നെ ഒരുപാട് ഇന്നർ പ്രൊജക്ട്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ ഏത് മെത്തേഡ്? ഈ മെത്തേഡ് ഡിഫിക്കൽട്ടാണ്. ദാറ്റ് ഈസ് അഗ്രിഗേറ്റ് ഓഫ് സ്മോൾ പ്രൊജക്ട്സിന് ലാർജ് പ്രൊജക്ട്സുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. സോ അതാണ് ഈ പ്രൊജക്റ്റിലുള്ള മെയിൻ ഈ മെത്തേഡ് കൊണ്ടുള്ള മെയിൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്.